തീരാത്ത പകയുമായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇന്റർ ഗ്രൂപ്പ് സേവന മേഖലകളിലേക്ക് ഞാൻ കടന്നു വരുന്നത്. കുറ്റങ്ങൾ മാത്രം കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ആര് എന്ത് ഏയുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ അതിനെ വളരെ വൈകാരികമായിട്ടൊക്കെ അവരെ നേരിട്ടു. അതിന്റെ ഫലമായിട്ട് എനിക്ക് ആൽക്കോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോലും പല സ്ഥലത്തും എനിക്ക് പോകാൻ മടിയായി. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കോഴിക്കോടുള്ള ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഷെരീഫ് നിനക്കൊരു സ്പോൺസറെ കുറവുണ്ട്. അന്നാണ് എന്നോട് ഒരാൾ അങ്ങനെ പറയുന്നത്, എനിക്കൊരു സ്പോൺസറെ കുറവുണ്ട്. അത് എന്നെ വല്ലാതെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. ആ സ്പോൺസറുടെ കുറവ്, ഞാൻ അന്ന് വരെ വിചാരിച്ചിരുന്നു എനിക്ക് സ്പോൺസറെ ഒന്നും ആവശ്യമില്ല, മറ്റൊരാളുടെ ഉപദേശം കേൾക്കാൻ അല്ലല്ലോ ഞാൻ എയിൽ വന്നത്, എയിൽ ഉപദേശമില്ല എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സ്പോൺസർ എന്നേക്കാൾ വലിയൊരു ശക്തിയൊക്കെയാണ് ഞാൻ അന്നത്തെ ആ കുറച്ച് മുമ്പൊക്കെ ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഒരു സ്പോൺസറെ കണ്ടെത്തണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയും എനിക്ക് യോജിച്ച ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിനൊടുവിൽ ഞാനൊരു സ്പോൺസറെ കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ പടികൾ പ്രാക്ടീസ് ചെയ്തത്. അങ്ങനെ ആ 4-ാം പടിയിൽ ഞാൻ കണ്ടെത്തിയ ആ ഒരു വൈകല്യങ്ങളെ, സ്പോൺസറെ കണ്ടെത്തിയതിന് ശേഷം ആ 4-ാം പടി മുതലാണ് ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തോട് അടുക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ആ 4-ാം പടിയിൽ ഞാൻ കണ്ടെത്തിയ എൻ്റെ വൈകല്യങ്ങൾ, അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം കുറെ കൂടി സുന്ദരമായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതിന് ശേഷമാണ് അറിഞ്ഞത് അത് ശരിയാക്കി എടുക്കുന്നത് മാത്രമല്ല എൻ്റെ പ്രശ്നം, അതുമൂലം ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ 7-ാം പടിയിൽ അത്തരം ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. അതിലും എനിക്ക് ഭയങ്കര സംശയങ്ങളായിരുന്നു, എന്തിനാ ഈ പട്ടികന്റെ ആവശ്യം. ഞാൻ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എത്തിയപ്പോൾ മുതൽ പല ആൾക്കാരോടും ഞാൻ പരിഹാരം ചെയ്യുന്നുണ്ടല്ലോ, തെറ്റിയ ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, അവരുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കടം വാങ്ങിച്ച ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത ക്യാഷ് ഞാൻ അവധിയെങ്കിലും പറഞ്ഞ് അവരുടെ അടുത്ത് ഞാൻ കുറച്ചായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരോടൊക്കെ ഞാൻ വളരെ നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ചുരുക്കം ചില ആൾക്കാരല്ലേ ഉള്ളൂ, അവരോടൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അവരെന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിലാക്കിച്ചിട്ടുണ്ട്, എന്നെ കുറെ പരിഹസിച്ചിട്ടുണ്ട്. ഞാനൊന്നും ഒരു കാര്യവും അവരോട് ചെയ്യാണ്ട് അവരെന്നെ പരിഹസിച്ചു. അതുപോലെ തന്നെ ചില ആളുകൾ എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരെ തിരിച്ച് തല്ലിയിട്ടൊന്നുമില്ല. പിന്നെ ചില ആളുകളുടെ സ്വഭാവമേ വളരെ മോശമാണ്, അവരൊന്നുമായിട്ട് ഇനി യാതൊരു ബന്ധവും എനിക്കില്ല. അപ്പൊ ഈ പട്ടിക തയ്യാറാക്കേണ്ട സമയത്തെപ്പോഴ് ഞാനുണ്ടാക്കിയ പട്ടികയിലെ അംഗങ്ങളുടെ, ഞാൻ ഉപദ്രവിച്ചവരുടെ പേര് വിവരങ്ങൾ അപൂർണമായിരുന്നു. എനിക്ക് തോന്നിയ, എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ, എനിക്കെതിരെ ഒന്നും പറയാത്ത ആളുകളെ, അല്ലെങ്കിൽ എനിക്ക് നീരസമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ വിദ്വേഷമൊന്നും ഇല്ലാത്ത ആളുകളുടെ പേരുകൾ മാത്രമാണ് ഞാൻ ആ പട്ടികയിൽ എഴുതി വെച്ചത്. സ്പോൺസർ എന്നോട് പറഞ്ഞു പോരാ, ആ പട്ടിക അപൂർണമാണ്, അത് വീണ്ടും മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ച ഒരു കാര്യമാണ്, എന്തിനാണ് ഞാൻ ഈ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പോരെ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ നിത്യജീവിതത്തിൽ എനിക്ക് കാണേണ്ടി വരുന്ന ആളുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കിയാൽ പോരെ? ഓക്കെ, അത് ഓക്കെ.
പക്ഷെ പട്ടികയിൽ മുഴുവൻ ആളുകളുടെ പേരും വേണം. കാരണം നീ നിന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. നീ ഒരു പുതിയ മനുഷ്യനായി സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക ഇതിലേക്ക് വരണം. അവരോടൊന്നും പരിഹാരം ചെയ്യുക എന്നുള്ളതല്ല ആ പട്ടികയുടെ ആവശ്യം. 7-ാം പടിയിൽ പറയുന്നത് പരിഹാരം ചെയ്യാനല്ല. ആ പട്ടിക ഒരു മുൻഗണനാക്രമത്തിൽ എഴുതിയുണ്ടാക്കുക എന്നുള്ളതാണ് 7-ാം പടിയിൽ പറയുന്നത്. അതിൽ നീ ഉപദ്രവിച്ചിട്ടുള്ള, നിനക്ക് ഓർമ്മയിലുള്ള, നീ ചികഞ്ഞെടുത്ത എല്ലാവരുടെയും ഒരു പേര്, നിനക്ക് നീരസമുള്ള, നിന്നോട് നീരസമുള്ള, നിനക്ക് വിദ്വേഷമുള്ള, നിന്നോടൊക്കെ പകയുള്ള, ഒരിക്കൽ പോലും നീ മിണ്ടില്ല എന്ന് കരുതിയ അല്ലെങ്കിൽ കൊള്ളി മുറിച്ചിട്ട അയാളുടെ പേര് പോലും അതിൽ ഇടം പിടിക്കണം. അതൊരു സന്നദ്ധതയാണ്. നീ ഒരു പ്രവൃത്തി ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള ഒരു സന്നദ്ധതയുടെ ആദ്യഘട്ടമാണ്. അപ്പൊ അതിൽ ഒരു കാരണവശാലും യാതൊരു മുൻവിധിയും നീ അതിൽ കാണിക്കാതെ ആ പേരുകൾ മുഴുവൻ നീ മുൻഗണനാക്രമത്തിൽ. ഈ മുൻഗണനാക്രമവും എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്താ മുൻഗണനാക്രമം? ഞാൻ മുൻഗണനാക്രമം നോക്കിയിട്ടാണോ ഞാൻ എയിൽ വന്നപ്പോൾ കുറെ ആൾക്കാരെടുത്ത് മാപ്പ് പറഞ്ഞതൊക്കെ? ഞാൻ കാണുന്ന ആൾക്കാരെടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞതും അവര് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ മുൻഗണന? ആ മുൻഗണനയുടെ കാര്യം ഒരു ദിവസം ആ സ്പോൺസർ എനിക്ക് മനസ്സിലാക്കി തന്നു. ഒരു മീറ്റിങ്ങിൽ, ഒരു ഓപ്പൺ മീറ്റിങ്ങിൽ വെച്ചിട്ട് അച്ഛൻ മരിച്ചുപോയ ഒരു മെമ്പർ വന്ന് ഷെയർ ചെയ്യുന്നത് എനിക്ക് അയാൾക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയിട്ട്, കാരണം അച്ഛനല്ലേ, അതൊക്കെ പിന്നെ ചെയ്യാം. ആ ഒരു പ്രശ്നപരിഹാരം, ഒരു പരിഹാരം ചെയ്യാൻ അച്ഛനെ എപ്പോൾ വേണേലും ചെയ്യാലോ എന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. ഒരു ദിവസം അച്ഛൻ മരിച്ചുപോയി. അദ്ദേഹത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതിന്റെ ആ സങ്കടം അയാൾ എങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ കാരണം കൊണ്ടാണ് ഇത്തരം സാധനങ്ങളെ ഒരു മുൻഗണനാക്രമത്തിൽ നമ്മൾ പട്ടികയിൽ ഇടം പിടിപ്പിക്കേണ്ടതും അതും ഞാൻ ചെയ്ത ആ ബുദ്ധിമുട്ടുകളെ, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുള്ള ആ ഉപദ്രവങ്ങളുടെ രീതി അനുസരിച്ച് ഞാൻ മുൻഗണനാ പട്ടിക തയ്യാറാക്കണം. എത്രയോ പ്രാവശ്യം എനിക്ക് മാറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട്. കാരണം മുൻഗണനാ പട്ടികയിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറെ ആളുകളുടെ പേരുണ്ടായിരുന്നില്ല. രണ്ടാമത്, ആ പട്ടികയിൽ ഒരു മുൻഗണനാ സ്ഥാനം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്, ഞാൻ ഉപദ്രവിച്ചിട്ടുള്ള ഉപദ്രവങ്ങളുടെ ഒരു ഇത് അതിലില്ലായിരുന്നു. കാരണം ഏറ്റവും വലുത്, ഏറ്റവും പെട്ടെന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ട ചില പരിഹാരങ്ങളുണ്ട്. അതൊന്ന്, പ്രായമായിട്ടുള്ള ആളുകൾ എടുത്ത് ഞാൻ ഏറ്റവും ആദ്യം അവരോട് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഞാൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി അനുസരിച്ച് അതിന് മുൻഗണന ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്, ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അഥവാ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചാക്കോച്ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചാക്കോച്ചേട്ടനോട് ഞാൻ ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് തെറി പറഞ്ഞതാണ്. അതിനുശേഷം അയാൾ ഞാനുമായിട്ട് അത്രയ്ക്ക് നല്ല സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരു ദിവസം രാത്രി ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ കയറി തെറി പറഞ്ഞു. ഇറങ്ങി വാടാൻ, നിന്നെ അപ്പൊ ശരിയാക്കി തരാന്നൊക്കെ. അദ്ദേഹത്തിന് അത് വളരെ മോശപ്പെട്ടു. അദ്ദേഹം നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ. അപ്പൊ അത് ഒരു ചെറിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അദ്ദേഹം എൻ്റെ വീടിന്റെ അടുത്തായത് കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ദിവസവും ഞാൻ കാണുന്ന ഒരു വ്യക്തി. എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തല കുനിഞ്ഞു പോകും. എന്നും ഞാൻ 8 മണിക്ക് ഞാൻ പോകുന്ന സമയത്ത് അദ്ദേഹവും ആ 8 മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും. പക്ഷെ എൻ്റെ തല താഴ്ന്നു പോവുകയായിരുന്നു. ആ പട്ടികയിലെ സ്ഥാനത്തിൽ എനിക്ക് അയാളോട് പ്രഥമ പരിഗണന കൊടുക്കേണ്ടി വന്നു. കാരണം മറ്റാർക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാലും എന്നും ഞാൻ കാണുന്ന ഇദ്ദേഹത്തോട് എനിക്ക് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം
അന്ന് ഓരോ ദിവസവും ബുദ്ധിമുട്ടിലാവും. കാരണം അദ്ദേഹത്തെ കാണുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം നേരം എനിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത എനിക്കുണ്ടാകും. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാര് ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു എൻ്റെ. അപ്പൊ എന്നും പോകുന്ന സമയത്ത് അവരൊക്കെ അവിടെ നിർത്തിയിടുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഞാൻ ആ പരിഗണന കൊടുക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചെയ്തൊരു കാര്യം, എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ്. ഞാന് എൻ്റെ ഉപ്പയ്ക്ക് പരിഗണന കൊടുത്തില്ല. എൻ്റെ ഉപ്പയൊക്കെ ആയിട്ട് ആ സമയത്ത് പോലും ഞാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ അതെനിക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. എൻ്റെ ഉമ്മക്ക് പരിഗണന കൊടുത്തില്ല. എൻ്റെ ഭാര്യയ്ക്ക് പരിഗണന കൊടുത്തില്ല. അതിന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരും ഒക്കെ എന്നെ മനസ്സിലാക്കുന്ന ആളുകളാണ്. എൻ്റെ മദ്യപാനാസക്തി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് ഇവർക്കറിയാം. അതുപോലെ തന്നെ അതിൽ നിന്നാണ് ഞാൻ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാം. എൻ്റെ ഉമ്മനെ ഞാൻ തല്ലിയിട്ടുണ്ട്. എൻ്റെ ഉപ്പയെ തല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ദിവസമാണെങ്കിലും ആ കുറച്ച് ദിവസം അവളെ ഞാൻ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ അവളെ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവളൊരു മതപണ്ഡിത കുടുംബത്തിലെ ഒരു മകളായതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്കൊക്കെ ഞാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഈ പട്ടികയിൽ സ്ഥാനം പോലും പിടിച്ചില്ല. എന്നോട് എൻ്റെ സ്പോൺസർ പറഞ്ഞു, "ഷെരീഫേ, നീ എത്രയോ ദിവസങ്ങളായിട്ട് ചില മെമ്പർമാര് റിലാപ്സ് ആവുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നീ ശ്രമിച്ചിട്ടുണ്ട്. അവര് ഛർദ്ദിച്ചത് നീ കൈകൊണ്ട് പോലും കോരി നീ മാറ്റി എറിയാൻ വേണ്ടി നീ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും നീ നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നില്ല. അതില് നീ അവരെ സഹായിച്ചത് കൊണ്ട് പോലും അവര് ചിലപ്പോൾ സുബോധത്തിൽ എത്തിക്കൊള്ളണം എന്നില്ല. നീ ഈ പരിഹാരം നിന്റെ കുടുംബത്തോട് ചെയ്തിട്ടില്ലെങ്കിൽ." കാരണം ഇതൊരു ആത്മീയ പ്രോഗ്രാമാണ്. ഈ ആത്മീയതയിൽ കൂടി വേണം 12-ാം പടി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ. നിന്റെ വീട്ടിൽ നീ പരിഹാരത്തിന് ശ്രമിക്കാണ്ട് നീ നാട്ടിൽ മുഴുവൻ പരിഹാരത്തിന് ശ്രമിച്ചത് കൊണ്ടോ അവരുടെ പേര് പട്ടികയിൽ വന്നത് കൊണ്ടോ നീ ഒരു 12-ാം പടി സേവനത്തിന് ഇറങ്ങി പുറപ്പെട്ട് അദ്ദേഹത്തെ കുളിപ്പിക്കാനും ഛർദിൽ പോരാനും നീ പ്രയത്നിച്ചത് കൊണ്ടോ നിനക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആർക്ക് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിലും നീ നിന്റെ വീട്ടുകാർക്ക് പരിഹാരം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവരുടെ പട്ടികയിൽ അവരുടെ പേര് ആദ്യം വരണം. അങ്ങനെയാണ് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ പേര് ആ പട്ടികയിൽ ഏറ്റവും ആദ്യം ഇടം പിടിച്ചത്. അങ്ങനെ ഇടം പിടിക്കുമ്പോൾ ഒരാളെ പോലും ഒഴിവായി പോകുന്നില്ല എന്ന് ശ്രദ്ധിക്കാനും പിന്നീട് ഞാൻ ശ്രമിച്ചു. അതിൽ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ വീട്ടിലെ പൂച്ചനെ പോലും ഞാൻ എഴുതേണ്ടി വന്നു. കാരണം ആ പൂച്ചയായിരുന്നു ഞാൻ വീട്ടിൽ വരുമ്പോൾ മറ്റാരെയും ഉപദ്രവിക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പൂച്ചന്റെ മുകളിലായിരുന്നു ഞാൻ എൻ്റെ ഉപദ്രവം തുടർന്നത്. അപ്പൊ ഈ 8-ാം പടി ഞാൻ പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് എൻ്റെ 6-ാം പടി, 7-ാം പടി ഇത് രണ്ടും ഞാൻ സത്യസന്ധതയോട് കൂടിയിട്ടും അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് 8-ാം പടിയിലേക്ക് കടക്കാൻ ഒരു കാരണവശാലും എനിക്ക് സാധിക്കില്ല. കാരണം 7-ാം പടി വിനയത്തിലേക്ക് എന്നെ എത്തിക്കുന്ന ഒരു പടിയാണ്. അതുകൊണ്ട് തന്നെ 7-ാം പടിയിൽ നിന്ന് ചിലപ്പം ഞാൻ ആ പട്ടിക പകുതി വഴിക്കൽ എത്തിച്ചിട്ട് ഞാൻ 8-ാം പടിയിലെ ആ പട്ടിക പകുതി വഴിക്കൽ എത്തിച്ചിട്ട് ഞാൻ 7-ാം പടിയിലേക്ക് തിരിച്ച് നടക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ 7-ാം പടി പൂർത്തിയാക്കിയത് കൊണ്ടാണ് 8-ാം പടിയിലേക്ക് പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ 8-ാം പടിയിലെ പട്ടിക പൂർത്തീകരിക്കുമ്പോഴും വിനയം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സന്നദ്ധത നമുക്കുണ്ടാവുക എന്നുള്ളത്. 7-ാം പടിയിലും ഓരോ പടികളിലേക്കും നമുക്ക് ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ട്. 1 മുതൽ 12 പടിയിലേക്കുള്ളൊരു പ്രാർത്ഥന. അതിൽ 8-ാം ഘട്ടത്തിലെ പ്രാർത്ഥന, ദൈവമേ, ഞാൻ ഉപദ്രവിച്ച എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കാൻ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അഥവാ 6-ാമത്തെയും 7-ാമത്തെയും ഒക്കെ
ഞാൻ വിട്ടുകൊടുത്ത എൻ്റെ സംരക്ഷകനായ ആ ദൈവത്തോട് ഞാൻ പറയാണ്, ഞാൻ അശക്തനാണ്. എനിക്ക് ചില പോരായ്മകളുണ്ട്. ദൈവമേ, ഈ പട്ടിക പൂർത്തീകരിക്കാനേ നീ എനിക്ക് ശക്തി തരണേ. അതുകൊണ്ട് നിന്റെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ തെറ്റുകൾക്ക് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. എങ്ങനെയെന്നാൽ, ദൈവമേ, നീ എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരോടും ക്ഷമിക്കും. എൻ്റെ ഈ പരിഹാര പ്രക്രിയ ആരംഭിക്കാനുള്ള സന്നദ്ധത എനിക്ക് നൽകണേ. ഇതാണ് ആ ഒരു പ്രാർത്ഥന. 8-ാം പടി പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന നമ്മൾ ഓരോ പടിയിലും ചെയ്യുന്നത് പോലെ തന്നെ വളരെ സത്യസന്ധതയോടും വിധേയത്തോടും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ആ പട്ടിക തയ്യാറാക്കുന്നതിലുള്ള ആ ഒരു ഭയവും അതുപോലെ തന്നെ കാലതാമസവും നമുക്ക് ഒഴിവായി കിട്ടും. ഒരുപക്ഷെ ചിലപ്പോൾ പകുതി വഴിക്കൽ വെച്ചൊക്കെ നിന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യതയൊക്കെ മറ്റേതെങ്കിലും പടികൾ പൂർത്തീകരിക്കാത്തതിൻ്റെ ഫലമായി നമുക്ക് വരുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും ആ പടികളിലേക്ക് സ്പോൺസറോട് ചോദിച്ചാൽ സ്പോൺസർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇന്ന പടി നീ പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നീ ആ പടി ഒന്നും കൂടി ഒന്ന് പൂർത്തീകരിച്ചിട്ട് തിരിച്ചിതിലേക്ക് വരാം, സമയമുണ്ട്. അപ്പം അങ്ങനെ ആണ് ഈ 8-ാം പടി എനിക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ പട്ടിക പൂർത്തിയാക്കാത്ത ഒരു പട്ടിക തന്നെയാണ് അത് ഇപ്പോഴും. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഞാൻ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിൽ ചെയ്തു പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിലുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു തന്ന ആളുകളെ പോലും ഞാൻ ആ ഒരു പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ 9-ാം പടിയിലേക്ക് കിടക്കുന്നത്. പ്രത്യക്ഷപരമായി പരിഹാരം ചെയ്യുന്നത് മൂലം അവർക്കോ മറ്റുള്ളവർക്കോ ഹാനി ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു എന്നുള്ള 9-ാമത്തെ പടി. വ്യക്തിബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള 2 പടികളിലെ അടുത്ത പടിയാണ്. പ്രത്യക്ഷപരമായി 3 രീതിയിൽ നമുക്ക് ഈ പട്ടികയിൽ ഇടം പിടിച്ച ആളുകളോട് നമുക്ക് പരിഹാരം ചെയ്യാം. ഒന്ന്, പ്രത്യക്ഷപരമായിട്ട് പരിഹാരം നമുക്ക് ചെയ്യാം. അവരെ നേരിൽ പോയി കാണാം. അങ്ങനെ നേരിൽ പോയി കണ്ട ആളുകളുടെ അടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ സുബോധ ജീവിതം നയിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു 9-ാം പടി ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപദ്രവിച്ച കുറേ ആളുകളുണ്ടല്ലോ, പല വിധത്തിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ സ്ഥാനം വന്നതിൽ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുണ്ട്, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുണ്ട്, അവഗണിച്ചിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ ഭാര്യനെയും ഒക്കെ ഞാൻ അവഗണിക്കുക ചെയ്തത്. അവളൊന്നും എൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു ഇതുപോലും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരം ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് പ്രത്യക്ഷപരമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പരോക്ഷമായിട്ട് സഹായിക്കുന്ന, പരിഹാരം ചെയ്യുന്ന ആളുകളുടെ മറ്റൊരു ലിസ്റ്റ് ഞാൻ സ്പോൺസറുടെ ആവശ്യപ്രകാരം ഞാൻ തയ്യാറാക്കി വെച്ചു. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി. 3-മത്തേതൊന്ന്, വിട്ടുകളയേണ്ട ആളുകളുണ്ട്. കാരണം അവരെ ഒരു കാരണവശാലും എനിക്ക് ചിലപ്പം പരിഹാരം ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് എന്ന് മനസ്സിലായിട്ട്, ഒന്നില്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ എനിക്ക് ഇപ്പോഴും എവിടെയാണെന്ന് അറിയാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകളുടെ ഈ രീതിയിലുള്ള ഒരു 3 ടൈപ്പ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചില പ്രാധാന്യം കൊടുക്കേണ്ട ആളുകളുണ്ട്. ഒരുപക്ഷെ ചില ആളുകളോടൊക്കെ ഞാൻ ചെന്നിട്ട് ആദ്യം പറഞ്ഞത്, ഞാൻ മദ്യരഹിത ജീവിതം നയിക്കുന്നുണ്ട്, ആൽക്കഹോളിക്സ് അനോണിമസിലാണ്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതെൻ്റെ കുടി കൊണ്ട് പറ്റിയതാണ്, ഓർമ്മയില്ലാത്ത സമയം ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ പറ്റിയതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെയാണ് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. ചില ആളുകളുടെ അടുത്ത്, പ്രത്യക്ഷമായി പരിഹാരം ചെയ്യേണ്ട ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ചില വാക്കുകളാണ്. ഇതൊരു
പമ്പര വിഡ്ഢിത്തായിരുന്നു എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അവരൊന്നും ഞാനുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിൽ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല. ചില ആളുകള്. ചില ആളുകള് പറഞ്ഞു, "നീ കുടിച്ചിട്ടൊന്നല്ല ആ കാര്യം ചെയ്തത്. എനിക്ക് നല്ല ഉറപ്പാണ്. ആര് കുടിച്ചാലും എത്ര കുടിച്ചാലും നല്ല ബോധമൊക്കെ ഉണ്ടാകും. ഞാനും കുടിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ബോധമൊക്കെ ഉണ്ടാവും. നീ അത് മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാൻ വേണ്ടി ചെയ്തതാണ്." എൻ്റെ ഓഫീസിലുള്ള ചില ആളുകളുടെ മുകളിൽ ഞാൻ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. ഇല്ലാത്ത ആരോപണങ്ങളായിരുന്നു. കാരണം ഞാൻ എന്നെ അവര് താഴ്ത്തി കെട്ടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരുടെ മുകളിൽ, അവരെന്നെ താഴ്ത്തി കെട്ടുന്നതിനേക്കാളും മുകളിൽ ഞാൻ അവരെ ചില ആരോപണങ്ങളിൽ പെടുത്തി. അവര് ചില പിന്നെ തെറ്റുകുറ്റങ്ങൾ ഓഫീസിൽ വരുത്തി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അവര് അച്ചടക്ക നടപടിയൊക്കെ ആ അന്വേഷണത്തിന്റെ ഫലമായിട്ട് നേരിടേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള രണ്ടാളുകളുടെ അടുത്ത് ഞാൻ ഓഫീസിൽ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് മദ്യപിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിപ്പോയൊരു പറ്റാണത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണം. എന്ത് പരിഹാരമാണെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവരെന്നോട് പറഞ്ഞത് എന്താണ്, അതിനേക്കാൾ ഭീകരമായിട്ട് അവര് അതിനെതിരെ പ്രതികരിച്ചത്. കുറെ കാലമായിട്ട് ഞങ്ങൾ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. നീ ചെയ്തത് മനഃപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ട് നീയും ഞാനും തമ്മിലൊന്നും ഇനി ഒരു ബന്ധവുമില്ല എന്നുള്ളത് അവര് വെട്ടിമുറിച്ച് പറഞ്ഞു. കൂടാതെ എവിടെയെങ്കിലും വെച്ച് നിന്നെ ഞങ്ങൾക്ക് കിട്ടും. അന്നേരം ഇതിന് പണി ഞങ്ങൾ തരും എന്ന് പറഞ്ഞു. അത് എനിക്ക് അവരോട് പിന്നീടാണ് അത് മനസ്സിലായത്. എൻ്റെ സ്പോൺസറോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അവരോട് പറയേണ്ട രീതി അതല്ലായിരുന്നു. ഞാൻ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടിയിരുന്നു. ഷെരീഫിന് പറ്റിയ പറ്റാണ് എന്നുള്ളത് തന്നെ, അല്ലാണ്ട് കുടിച്ചത് കൊണ്ട് പറ്റിയ പറ്റ് എന്നുള്ള ഒഴിവ് കഴിവല്ല. എനിക്ക് കുടിച്ചത് കൊണ്ട് പറ്റിയ പറ്റും അല്ലായിരുന്നു ആ പറ്റ്. ഞാൻ മനഃപൂർവ്വം ഞാൻ എത്രയോ ദിവസങ്ങളുടെ ആസൂത്രണത്തിലൊടുവിലാണ് അവരെ ആ രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിലാക്കിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞതോ എനിക്ക് കുടിച്ചത് കൊണ്ട് പറ്റിപ്പോയ പറ്റാണ് എന്നാണ്. അപ്പൊ അതൊരിക്കലും പറയരുതെന്ന് എന്നോട് സ്പോൺസർ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ പോലും നിന്റെ കുടി കൊണ്ട് അന്നേരം ആ ബ്ലാക്ക് ഔട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ അർദ്ധബോധാവസ്ഥയിലോ നിനക്ക് പറ്റിയതാണെങ്കിൽ പോലും പരിഹാരം ചെയ്യപ്പെടാൻ പോകുന്ന സമയത്ത് പറ്റിപ്പോയതാണ് എന്നല്ല പറയേണ്ടത്. എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നു. എനിക്കത് ഉത്തമ ബോധ്യമുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് പരിഹാരം വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പരിഹാരം ചെയ്യാൻ തയ്യാറാണ്. അതിന് നിങ്ങൾ എന്നെ അനുവദിക്കണം. കാരണം ഇനി എൻ്റെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങളുടെയൊക്കെ കൈകളിലാണുള്ളത് എന്ന് അവരെടുത്ത് പറയണം. അങ്ങനെ ഞാൻ പിന്നീട് പറയാൻ തുടങ്ങിയപ്പോഴാണ് അവരും ഞാനുമായിട്ടുള്ളൊരു ബന്ധം ഊഷ്മളമായി പോകാൻ വന്നത്. കാലങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നോട് സ്പോൺസർ പറഞ്ഞു, കാത്തിരിക്കുക. അവരെ അവർക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ രീതിയിൽ അവരെ ആക്കി തീർക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു സമയം വരുമ്പോൾ അവര് നിന്നെ ഉൾക്കൊള്ളും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു അളിയന് 8 വർഷത്തോളമായിട്ട് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് 8 വർഷമായിട്ടും ഞാൻ മിണ്ടാറില്ലായിരുന്നു. അദ്ദേഹത്തോട് പരിഹാരം ചെയ്യാൻ വേണ്ടി 3 പ്രാവശ്യത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം ബാക്ക് വശത്ത് കൂടെ ഇറങ്ങിപ്പോയി കളഞ്ഞു. സ്പോൺസർ എന്നോട് പറഞ്ഞു, വിട്ടുകള, നീ അതിന് തയ്യാറായി എന്നുള്ളത് തന്നെ നിനക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കുന്ന സമയമാകുമ്പോൾ ഇനി അതിനൊരു അവസരം വരും. ഏകദേശം ഒരു 2 വർഷത്തോളമൊക്കെ പിന്നെയും കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അളിയനും ഒരു പെങ്ങളും കൂടി ഒരു ദിവസം വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷെരീഫെ, നിന്നോട് ഞാൻ ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ആ പ്രതികരണം രൂക്ഷമാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വീണ്ടും അകന്നു പോകും. അതിനാണ് ഞാൻ ഇത്രയ്ക്ക് കാലം കാത്തു നിന്നത്. ശരിക്കും എയിൽ പറയുന്ന ഒരു ഇത് തന്നെ, നമ്മെ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. ഇനി അത്തരം ആളുകളല്ലെങ്കിലോ, അത്തരം ആളുകളല്ലാത്ത ആളുകളും നേരത്തെ പറഞ്ഞ പോലെ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ എന്നെ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്. എന്നേക്കാൾ കുറച്ച് പ്രായം കൂടിയ ഒരു സുഹൃത്ത്. അദ്ദേഹം എന്നെ വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്.
എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും പരിഹാരം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു പരിഹാരം, ഒരു പ്രശ്നം ഞാൻ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലായതുമാണ്. അപ്പൊ അയാൾ എന്നെ വീട്ടിന്ന് ആട്ടി ഇറക്കി. എത്രയോ പ്രാവശ്യം ഞാൻ ചെന്നു, ആട്ടി ഇറക്കി. കുറെ ആളുകളും എന്റെ സ്പോൺസർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല. ലാസ്റ്റ് സ്പോൺസർ എന്നോട് പറഞ്ഞു, "ഷെരീഫെ, അത് വിട്ടുകളാ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും. ഷെരീഫ് ഒരു മോശം കാലാവസ്ഥയിൽ, മോശം പരിസ്ഥിതിയിൽ, മോശം സിറ്റുവേഷനിൽ ആയിട്ട് പോലും എത്രയോ പ്രാവശ്യം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചു ഷെരീഫ്. എന്നിട്ട് അദ്ദേഹത്തിന് അത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിട്ടുകളയുക. എന്നിട്ട് ഷെരീഫിനോട് തന്നെ ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കാതെ ഷെരീഫിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. എന്നിട്ട് ആ ഒരു സാധനത്തെ വരുന്ന ജീവിതത്തിലേക്ക്, മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാക്കി എടുക്കുക. കാരണം ഇത്തരം മോശം സിറ്റുവേഷനിൽ പോലും ഷെരീഫ് ആ ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ച് എന്നുള്ളത് ഷെരീഫിന് ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ജീവിതകാലത്ത് എത്ര വലിയ മോശം പരിസ്ഥിതിയിലും എത്ര വലിയ മോശം പിന്നെ കാലാവസ്ഥയിലും അല്ലെങ്കിൽ സാഹചര്യത്തിലും ഷെരീഫിന് കാര്യങ്ങളെ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് പ്രയോജനപ്പെടുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ, ഞാൻ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് അറിയില്ല അവർക്ക് ഞാൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ പടികളിലെ 12 ആൻഡ് 12 വായിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ചില ആളുകളെ ഞാൻ ഓഫീസിൽ നിന്ന് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റി ഞാൻ വിറ്റിട്ടുണ്ട്. അന്നത്തെ BSNL ഓഫീസ്, ചെമ്പ് കമ്പി, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചു മാറ്റി വിറ്റിട്ടുണ്ട്. ഞാൻ ഇനി അത് ചെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിലാവും. അതോട് കൂടിയിട്ട് എൻ്റെ ജോലി പോകും, ഞാൻ വീണ്ടും മദ്യാസക്തിയിലേക്ക് എത്തും. അപ്പൊ ഇത് പരോക്ഷമായിട്ട് എനിക്ക് ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ. നേരത്തെയൊക്കെ പ്രത്യക്ഷപരമായിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പരിഹാരം ഞാൻ ചെയ്യണം. അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എങ്ങനെയാണ് ആ പരോക്ഷമായിട്ടുള്ള അത്തരം ചില കാര്യങ്ങളിൽ എനിക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി സാധിക്കും? ഈ പരോക്ഷമായിട്ടുള്ള പരിഹാരം ചെയ്യേണ്ടതിലും ഞാൻ ചില ആളുകളുടെ അടുത്ത് നിന്ന് ഭീമമായിട്ടുള്ള പണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കൊടുക്കണം അവർക്ക്. അത് കൊടുക്കാതെ എനിക്ക് പറ്റില്ല. അതിന് ഞാൻ പ്രത്യക്ഷപരമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അവരുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ എനിക്ക് കൊടുക്കാനുള്ള പണത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ അവധി പറയുകയോ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തുകൊണ്ട് ഒരു അവധി എനിക്ക് തരും. പക്ഷെ ചില ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്, പിക്ക് പോക്കറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടന്നപ്പം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഒരു 700 രൂപ മോഷ്ടിച്ച് മദ്യപിച്ചു. മദ്യപിച്ചല്ല, എന്തിനൊക്കെ വേണ്ടി ഞാൻ ചെലവാക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ വിചാരം അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നായിരുന്നു. ഞാൻ അത് 700 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏല് പറയുന്നത് പോലെ ചിലപ്പോൾ ഇത്തരം പരിഹാരങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ആ 700 ആയിരിക്കില്ല കൊടുക്കേണ്ടി വരുന്നത്. അദ്ദേഹം പറയുന്ന അത്ര തന്നെ തുക എനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ പരോക്ഷമായിട്ടുള്ള ഒരു പരിഹാരത്തിന് ഞാൻ ശ്രമിക്കണം. പരോക്ഷമായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് സ്പോൺസർ പറഞ്ഞതാ, നീ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞ് സഹായിക്കുക. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ അദ്ദേഹത്തെ സഹായിക്കുക. ഈ 700 രൂപ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ മകളെ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിക്ക് അതിനെ സഹായിക്കുക. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോട്ട്, ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ 700 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക. നേരിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വിഷയങ്ങളും പറയണ്ട. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങളിൽ കുറെ ആൾക്കാരോട് എനിക്ക് പരിഹാരം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രമല്ല, ചില ആളുകളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ധാർമ്മികമായിട്ടല്ലാതെ പെരുമാറിയ കുറെ കേസുകളുണ്ട്. ലൈംഗികപരമായിട്ട് കുറെ, എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരത്തിയെ പോലും ഞാൻ പീഡിപ്പിച്ച ആളാണ്. അതൊക്കെ മദ്യപാനത്തിന് മുമ്പാണത്. ഇതൊക്കെ എനിക്ക് വല്ലാത്തൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച, കുറ്റബോധം ഉണ്ടാക്കിയ സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പരിഹാരം ചെയ്യുക? അവരിപ്പം നല്ല രീതിയിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് തീരും ആവുമ്പോൾ അവരോട് എനിക്ക് എങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റും? ഞാൻ അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതം തകർന്നു പോകും. ചിലപ്പം ഈ കാര്യം പോലും അവർ ഓർക്കുന്നുണ്ടാവില്ല.
ഞാൻ ഓർക്കുന്നത് പോലെ. അപ്പൊ എന്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും? അവിടെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പരിഹാരമാണ്. രണ്ടാമത്, ഞാൻ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചില സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നല്ല ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തുകയും ചെയ്യുക. ഇതൊന്നും പ്രതിഫലം ആഗ്രഹിക്കാതെ ചെയ്യണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ചെയ്യാതെ എൻ്റെ സന്തോഷം മാത്രം നിലനിർത്തി ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സഹായിക്കുന്ന ഒരു പദ്ധതി, ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ മറ്റുള്ളവർ എനിക്ക് പുറത്തു തരാത്ത ചില കേസുകളിൽ പോലും ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഒരു വശം നമ്മൾ തെരുവിനടുത്താണ് താമസിക്കുന്നതെങ്കിൽ ആ തെരുവിന്റെ ഒരു വശം നമ്മുടെ വശം നമ്മൾ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ വശം അവര് ശരിയാക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. എൻ്റെ വശം, എൻ്റെ വീടിന്റെ ആ തെരുവ്, ആ മുൻഭാഗം എനിക്ക് ശരിയാക്കാൻ കഴിയുകയാണെങ്കിൽ ആ ശരിയാക്കൽ കണ്ടിട്ട് മറ്റുള്ളവർ അവരുടെ തെരുവ് ശരിയാക്കുന്ന പറഞ്ഞത്. അപ്പൊ അതുപോലെ ഞാൻ എനിക്ക് എന്നോട് പുറത്തു തരാത്ത ചില ആളുകളുടെ ഭാഗത്ത് എനിക്ക് എൻ്റെ ഭാഗം ഞാൻ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശരിയാക്കുന്ന ആ കൂട്ടത്തിലാണ് ഞാൻ ചിലപ്പം ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ചില ക്ലബ്ബുകളിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു സന്നദ്ധ സേവനം നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം ചില ആളുകളെ സഹായിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുന്ന റോഡ് മുറിച്ച് കടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയെയോ ഒരു പ്രായമായ ആളെയോ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നത്, ഒന്നില്ലെങ്കിൽ ഒരു വാഹനം തള്ളി കൊടുക്കുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരിതുണ്ട്. എനിക്ക് പ്രത്യക്ഷമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റാത്ത ചില പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ദൈവമേ, ഇത് നീ സ്വീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇത് ചെയ്തു വരുമ്പോഴും പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഏറ്റവും ആദ്യം ഞാൻ പരിഹാരം ചെയ്യേണ്ട എന്നോട് തന്നെയുള്ള ഒരു പരിഹാരങ്ങൾ ഞാൻ വിട്ടുപോകുന്നുണ്ട്. എൻ്റെ കുടുംബത്തോടുള്ള പരിഹാരങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോകുന്നുണ്ട്. എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ എൻ്റെ ഭാര്യയാക്കി, ഏതോ ഒരു ജനിതക ഘടനയിലുള്ള ഒരു സ്ത്രീയെ ഭാര്യയാക്കി ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന്, ഇല്ലേ? എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീയെ, ഏതോ ജനിതക ഘടനയാ, എൻ്റെ ചിന്തകളല്ല അവളുടെ ജനിതക ഘടനയിലുള്ളത്, അവക്കുള്ള എൻ്റെ നോട്ടങ്ങളല്ല, അവള് വല്ലാണ്ട് പ്രതീക്ഷിച്ചിട്ടാ വന്നത്. അവളെ ഞാൻ സംരക്ഷിക്കുന്നു പറഞ്ഞു, അവളെ ഞാൻ പിന്നെ അംഗീകരിക്കുന്ന ഒക്കെ വിശ്വസിച്ചിട്ടാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. പക്ഷെ ഞാൻ കാട്ടിക്കൂട്ടിയതോ, ഞാനിപ്പോൾ കൊടുത്ത ഈ മൊബൈലിന്റെ വില പോലും അവൾക്ക് ഞാൻ കൊടുത്തില്ല. മണിക്കൂറുകളോളം ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ തട്ടിക്കളിക്കുന്നുണ്ട്. ഞാൻ അതിൽ വായിക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അവളെ ഒന്ന് കേൾക്കാനോ അവളോടൊന്ന് സംസാരിക്കാനോ ഈ മൊബൈലിന് കൊടുക്കുന്നതിൻ്റെ ഒരു 100ൽ 1 അംശം അവൾക്ക് ഞാൻ കൊടുത്തെങ്കിൽ, പലപ്പോഴും അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷെരീഫ്ക്ക, ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുപോയോ? വളരെ ശരിയാണത്. അത്രത്തോളം അവഗണന അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ആദ്യകാലങ്ങളിൽ. എൻ്റെ ഭാര്യയാണ്, അവളോട് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടേയാക്കും, നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യുന്നുള്ളത്. എൻ്റെ ആദ്യത്തെ ഭീഷണിപ്പെടുത്തൽ അതാ, നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യും. കാരണം എനിക്ക് അടിക്കാൻ തോന്നൂല. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാ ബുദ്ധിമുട്ടിലാകുന്നത്. ചീത്ത പറയാനേ എനിക്ക് തോന്നൂല, ഞാനാണ് ബുദ്ധിമുട്ടിലാകുന്നത്. അപ്പൊ അവളോട് പറയുന്നത് ഇതാണ്, നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യുന്നുള്ളത്. അവളുടെ വീട്ടില് അവള് പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അറിയാം അവിടെ നിൽക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാന്ന്. അതുകൊണ്ട് അവള് സഹിച്ചു പോരുകയാ ചെയ്തത്. അപ്പം അത്രത്തോളം അവളെ ഞാൻ അവഗണിച്ചിരുന്നു. അതിന് എനിക്ക് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പരിഹാരം അവളെ ഞാൻ സംരക്ഷിക്കുമെന്നും അവളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക്, എൻ്റെ ഉപ്പയോട് എനിക്ക് തീരെ അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് നടത്തി പോകാൻ സാധിച്ചില്ല. എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, എന്താണ് അദ്ദേഹം എന്നോട് ചെയ്ത കുറ്റം എന്നുള്ളത്. പക്ഷെ എനിക്ക് അത്
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. ഞാൻ ഒരു ആത്മീയ ആചാര്യൻ്റെ അടുത്ത് പോയി എൻ്റെ വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏകദേശം 6 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ താമസിച്ചു. അദ്ദേഹം ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഒരു ധ്യാനത്തിൽ എന്നെ അയാൾ പങ്കെടുപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ. അതിനുശേഷം ഒരു ആത്മസമർപ്പണം, ദൈവത്തിലേക്കുള്ള ഒരു ആത്മസമർപ്പണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എനിക്ക് ഒരു വേദി അവിടെ ഒരുക്കി തന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് 6 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാനും എൻ്റെ ഫാദറും ഒരു ടൂറ് പോയി. ആ ടൂറ് പോയതോട് കൂടിയിട്ടാണ് അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ദൃഢപ്പെട്ടു തുടങ്ങിയത്. ആത്മീയാചാര്യം പറഞ്ഞത് പ്രകാരമുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു. അദ്ദേഹത്തോട് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു. ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു. പെട്ടെന്നുള്ള ഒരു മരണം, ഒരു സുഖേടുമില്ലായിരുന്നു. അപ്പൊ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം എനിക്ക് തോന്നിയത്. കാരണം ആ 2 മാസത്തിന് മുമ്പ് എനിക്ക് ആത്മീയാചാര്യനെ കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാനോ എനിക്ക് സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ ഒരു വേദനയും പേറി നടക്കുകയായിരുന്നു. അപ്പൊ അതിന് എന്നെ അനുവദിച്ചതാരാണ്? എന്നെ തോന്നിപ്പിച്ചതാരാണ്? എന്നേക്കാൾ വലിയൊരു ശക്തിയാണ്. എൻ്റെ ഇച്ഛകളും ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുത്തപ്പോൾ എൻ്റെ കുറവുകളെ നികത്തി കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ അദ്ദേഹം എന്നെ മാറ്റിയെടുത്തു. അതാണ് അതിൽ സംഭവിച്ചത്. ഏതായാലും എന്നോട് പറഞ്ഞ ആ ഒരു സമയം ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഏകദേശം 50 മിനിറ്റ് ആയിരുന്നു പറഞ്ഞത്. ഏകദേശം 50 മിനിറ്റിലും കൂടുതൽ ഞാൻ എടുത്തു പോയിട്ടുണ്ട്. ഈ 9ാം പടി ചെയ്യുന്ന സമയത്ത് 9ാം പടിയുടെ ഒരു പ്രാർത്ഥനയും കൂടി ഓരോ പടിക്കുള്ളതുപോലെ 9ാം പടിയിലെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആ പ്രാർത്ഥനയിലുള്ള ഒരു കാര്യമാണ്, ദൈവമേ, ഞാൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോടുള്ള വ്യക്തി ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരിഹാര പ്രക്രിയ ഭേദഗതികൾ തുടരാൻ വേണ്ടിയിട്ട് എന്നെ നീ അനുവദിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന. അതിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്നുള്ള ആ പ്രാർത്ഥനയൊക്കെ നമ്മുടെ പല ബുക്കുകളിലും ഉണ്ട്. ആ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നതോട് കൂടിയിട്ട് നമുക്ക് ദൈവം വലിയൊരു ശക്തി തരുന്നു എന്നുള്ളതല്ല ഈ പ്രാർത്ഥനയുടെയൊക്കെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു സന്നദ്ധതയും ഒരു ഊർജവും നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നു എന്നുള്ളതാണ്. കൂടാതെ ഭയരഹിതമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെക്കാൾ വലിയൊരു ശക്തി തന്നെ സംരക്ഷിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെയും കൂടി സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രക്രിയ വളരെ ലളിതമായിട്ട് ചെയ്തു പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ധൈര്യവും കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എയിൽ എത്തുമ്പോൾ മുതൽ നമ്മൾ ചെയ്തു പോന്നിരിക്കുന്ന ചില പരിഹാര പ്രക്രിയകളിൽ അതിനേക്കാൾ ഈസി ആയിട്ട് ഒരുപക്ഷെ 9ാം പടിയിൽ 8ാം പടി 9ാം പടിയും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള ഒരു രീതിയിൽ ശരിയായിട്ടുള്ള പരിഹാര പ്രക്രിയകൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടെ ഇനിയും എനിക്ക് പൂർത്തീകരിക്കാനുള്ള പട്ടികയിൽ ഇടം പിടിച്ച ആളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും പൂർത്തീകരിച്ച് പോകാൻ പറ്റുന്ന പടികളല്ല 8ാം പടിയും 9ാം പടിയും. കാരണം പുതിയ ആളുകളോട് പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ട ആളുകളുടെ പേരുകൾ ഓർമ്മ വരുമ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോഴും ഒക്കെ വീണ്ടും വീണ്ടും എനിക്ക് പരിഹാരം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഞാൻ 100% തികഞ്ഞ ഒരു വ്യക്തിയല്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പടികളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോരുമ്പോഴും ഷെരീഫെ, നിനക്ക് ഇപ്പോഴും നിന്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകൾ നീ വരുത്തുന്നുണ്ട്. ആ തെറ്റുകൾക്ക് ഉടനടി നീ പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. നീ തെറ്റു ചെയ്യാത്ത ഒരു പുണ്യവാളനല്ല എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 9ാം പടിയിലെ ആ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 12 വാഗ്ദാനങ്ങൾ: സ്വാതന്ത്ര്യം, സന്തോഷം, സ്വയം സഹതാപത്തിൽ നിന്നുള്ള ഒഴിയല്, ഭൂതകാലത്തിലേക്കുള്ള പാശ്ചാത്തപിക്കേണ്ടാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു 12 വാഗ്ദാനങ്ങൾ 9ാം പടിയിലാണ് പറയുന്നത്. ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറണമെങ്കിൽ